ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മോദകം തയ്യാറാക്കുന്നതിനായിട്ട് 3 മണിക്കൂർ കുതിർത്ത 1 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്. പയർ കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലൊരു പാത്രത്തിലിട്ടാണ് ഞാൻ പയർ വേവിച്ചെടുക്കുന്നത്. കുക്കറിലിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയർ മുങ്ങി നിൽക്കുന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. മധുരമുള്ള പലഹാരമാണെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ വേണം പയർ വേവിച്ചെടുക്കാനായിട്ട്. പയർ വേവുന്ന സമയം കൊണ്ട് 100 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. മധുരത്തിന്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. പയറിപ്പോ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്പം പോലും വെള്ളവും ഇല്ല. നല്ല സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ കുതിർക്കാത്ത പയർ ആയതുകൊണ്ട് 2 വിസിൽ കേൾക്കുമ്പോൾ വേവും. കുതിർത്തിട്ടില്ലെങ്കിൽ 5-6 വിസിലെങ്കിലും കേൾക്കേണ്ടി വരും. കുതിർക്കാത്ത പയറാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 3 ടീസ്പൂൺ തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തേങ്ങ മൂത്ത് കിട്ടുമ്പോൾ പാനി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തതാണിത്. ഏലക്കാപ്പൊടിയുടെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി വേവിച്ചു വെച്ച പയറ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നല്ല പോലെ മിക്സായി ഉരുളകളായി എടുക്കാൻ പാകം ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഉരുളകളാകാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഈ കൂട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇനി മോദകത്തിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് ആട്ടമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദയാണ് സാധാരണ ഉപയോഗിക്കാറ്. ആട്ടമാവുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി അല്ലേ. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവിനെ കുഴച്ചെടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിന്റെ പരുവത്തില് നമുക്ക് മാവിനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പയറിന്റെ കൂട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി അത് ഉരുളകളാക്കി ഉരുട്ടി വെക്കാം. ഇനി മോദകം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയറിന്റെ ഉരുളകൾ ഓരോന്നായി മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മുക്കുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. പയറെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് മോദകം പെട്ടെന്ന് പാകമായി കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ മൊരിഞ്ഞ് എല്ലാ ഭാഗവും നല്ലപോലെ മൊരിഞ്ഞു കിട്ടുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പൊ മോദകം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി ഉരുളകളെല്ലാം മാവിൽ മുക്കി തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ മോദകം തയ്യാറായിട്ടുണ്ട്. മോദകം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടുകാണല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.